ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടക്കാച്ചി ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എപ്പോഴും നോർമലി കഴിച്ചും അടുത്ത ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചതും പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 മീഡിയം സൈസ് തന്നെ ക്യാരറ്റും അതേപോലെ തന്നെ ഒരു പിടി മല്ലിയില പിന്നെ ഒരു മുട്ട. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുള്ളത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സായി എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയിലയും അതേപോലെ തന്നെ ക്യാരറ്റും ഇവ രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5-10 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഇതിലൊക്കെ മാറ്റം വരുത്തി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ നെക്സ്റ്റ് ചേർക്കുന്നുള്ളത് മൈദപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൈദപ്പൊടി ചേർക്കുന്നതിന് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളത് മൈദപ്പൊടിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുള്ളത് മൈദപ്പൊടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ മൈദപ്പൊടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ മൈദ ആണെങ്കിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതിൽ നിന്ന് രണ്ടും ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറു ചൂട് പാല് അതും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ സോഫ്റ്റ് ഡോ ആവുന്ന വരെ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കുമ്പോൾ നമ്മുടെ കൈക്ക് പിടിക്കുക, അതായത് കൈക്ക് പറ്റിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ കുറേശ്ശെ ആയിട്ട് നിങ്ങൾ പാലും കൂടി ആഡ് ചെയ്തിട്ട് കുഴക്കുന്ന സമയം അങ്ങനെയും കൂടി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും കൈക്ക് നല്ലോണം പറ്റിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നുള്ളതും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് നേരത്തെ കുഴച്ച് വെക്കുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് രാവിലെ കുഴച്ച് വെച്ചിട്ട് പിന്നെ രാത്രിയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നേരം ചെറിയ ബോൾസ് ആക്കി അതിനുശേഷം നമ്മൾ സാധാ റൗണ്ടിൽ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കുറേശ്ശെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ചപ്പാത്തി ചുടുന്ന ആ ഒരു തവയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും കഴിച്ചും അടുത്ത ചപ്പാത്തിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്